കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം മനുഷ്യൻ്റെ ദേഹി എന്നുള്ള വിഷയത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ മൃഗങ്ങളെക്കാൾ ഉപരിയായ ഒരു ജീവിയായിട്ടാണ് മനുഷ്യനെ സൃഷ്ടിക്കാനിടയായി തീർന്നത്. മൃഗങ്ങൾക്ക് അവയുടെ ജീവിതത്തിൽ ഏതെല്ലാം ഭാഗങ്ങളുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ദേഹമുണ്ട്, അതായത് ശരീരമുണ്ട്. ആ ശരീരത്തെ ജീവിപ്പിക്കുന്ന ജീവരക്തവും ജീവരക്തത്തെ ചലിപ്പിക്കുന്ന ആത്മാവുമുണ്ട്. അതിനപ്പുറമൊന്നും ഒരു മൃഗത്തിനില്ല. ഒരു മൃഗം ചത്തു കഴിയുമ്പോൾ ദൈവം അതിൻ്റെ ശ്വാസം എടുക്കുമ്പോൾ അവ ചത്ത പൊടിയിലേക്ക് ചേർന്നു, അത് പൊടിയായിത്തീരും. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. അവന് നാം കാണുന്ന ഒരു ശരീരമുണ്ട്. ആ ശരീരത്തിന് ജീവൻ കൊടുക്കുന്ന ജീവരക്തമുണ്ട്. ജീവരക്തത്തിന് ആധാരമായ മനുഷ്യാത്മാവും അവനുണ്ട്. അപ്പം മൃഗത്തെ പോലെ ശരീരം, രക്തം, ജീവിപ്പിക്കുന്ന ആത്മാവ് ഇതുതന്നെ മനുഷ്യനുമുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരിയായ ഒരു കാര്യം മനുഷ്യനുള്ളതാണ് ദേഹി എന്ന് പറയുന്നത്. ഇത് ലോക മനുഷ്യർ വിശ്വസിക്കുന്നില്ല. ജാതികളിൽ ജ്ഞാനികൾ ചിലർ ഈ കാര്യത്തെക്കുറിച്ച് പറയുന്നുമുണ്ട്. എന്തായിരുന്നാലും നാം ലോകത്തിൻ്റെ ജ്ഞാനത്തെ ആശ്രയമാക്കുന്നില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഇതെന്താണ് മൃഗങ്ങളെക്കാൾ മനുഷ്യനുള്ള വ്യത്യാസം, ആ വ്യത്യാസമുണ്ടെന്ന് പറയുന്ന ദേഹി എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ആരംഭം എന്താണ്, അവസാനം എന്താണ്, അതിൻ്റെ സത്ത എന്താണ് മുതലായിട്ടുള്ള കാര്യങ്ങളാണ് നാം ഇവിടെ ചിന്തിക്കുന്നത്. ഇതിന് പ്രാരംഭമായിട്ട് ദേഹി വചനപ്രകാരം ആർക്കൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നാം ഒന്നാമത് ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മൾ അതിനെ ഗ്രഹിക്കുമ്പോൾ മനുഷ്യന് ദേഹിയുണ്ട്, അതുപോലെ ദൈവത്തിന് ദേഹിയുണ്ട്, അതുപോലെ ദൂതന്മാർക്കും ദേഹിയുണ്ട്. അപ്പം മൃഗങ്ങൾക്ക് മാത്രമില്ല. ഈ ലോകത്തിൻ്റെ സൃഷ്ടിയിൽ മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മറ്റെല്ലാ ജീവികളെക്കാൾ മനുഷ്യൻ വ്യത്യസ്തനായി നിൽക്കുന്നു. മറ്റുള്ള ജീവികളെക്കാൾ മനുഷ്യൻ പരിഗണിക്കത്തക്കവനായി ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. കർത്താവായ യേശു പ്രകാരം പറഞ്ഞു, കാശിനെ 2 കുരികിൽ വിൽക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അന്ന് കുരികിൽ എന്ന് പറയുന്നത് ഒരു പക്ഷിയാണ്. ആ പക്ഷിയെ ഒരു കാശിന് 1-ൽ കൂടുതൽ കിട്ടും, അത്രയേ അതിന് വിലയുള്ളൂ. എന്നാൽ കർത്താവ് പറഞ്ഞു, ഏറിയ കുരികളേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരാണ്. ഏറിയ കുരികലുകളേക്കാൾ വിശേഷതയുള്ളതാണ് മനുഷ്യൻ. അത് എത്ര ഭംഗിയുള്ള ഭംഗിയുള്ള മൃഗമായിരുന്നാലും, എത്ര ഭംഗിയുള്ള പക്ഷിയായിരുന്നാലും അവയേക്കാളെല്ലാം ഉപരിയായ ഒന്നാണ് മനുഷ്യൻ. മൃഗങ്ങളുടെ ഇടയിൽ തന്നെ ബുദ്ധിയുള്ളവയുണ്ട്, സ്നേഹമുള്ളവയുണ്ട്. ഒരു പക്ഷേ നമ്മുടെ പ്രത്യക്ഷ കാഴ്ചയിൽ ലോകത്ത് ജീവിക്കുന്ന പല മനുഷ്യരെക്കാൾ ആർദ്രതയുള്ളവരും ബുദ്ധിയുള്ളവരും കഴിവുള്ളവരും സ്നേഹമുള്ളവരുമായ മൃഗാദികൾ ധാരാളം നമുക്ക് കാണാൻ കഴിയും. ആ മൃഗത്തിൻ്റെ ഒരംശം പോലും ഗണിക്കത്തക്കവണ്ണം ഈ മനുഷ്യനുണ്ടോ എന്ന് തോന്നുമാറ് പല കാര്യങ്ങളും നമുക്ക് ഈ ലോകത്ത് നമുക്ക് കേൾക്കാനിടയായി തീർന്നിട്ടുണ്ട്.
യജമാനു വേണ്ടി ജീവനെ കൊടുക്കുന്നവർ. ഒരു വീട്ടിലൊരു വളർത്തു നായെ ആ വീട്ടുകാർ ഗണ്യമാക്കിയില്ല. ആ സ്ഥാനത്ത് വേറൊരു നായ്ക്കുട്ടിയെ കൊണ്ടുവന്ന് വളർത്തി എന്നുള്ള കാരണത്താൽ അത് പ്രയാസം കൊണ്ട് പട്ടിണി കിടന്ന് ചത്ത അനുഭവം കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കാനിടയായിട്ടുണ്ട്. ഇങ്ങനെ ഇതൊക്കെയാണെങ്കിലും കർത്താവിൻ്റെ വചനം പറയുന്നത് അതൊക്കെയും നശിച്ചു പോകുന്ന മൃഗങ്ങളാണ്. അപ്പോൾ നമ്മൾ അവയിൽ കാണുന്ന വൈകാരികതകൾ എവിടെ അവസ്തമിച്ചു പോകും? അതില്ലാതെ പോകുമോ? അതിൻ്റെ ഉത്തരവൊക്കെയും ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മെ മറ്റൊരു ദിശയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരിക്കലും മനുഷ്യനേക്കാൾ അല്ലെങ്കിൽ മനുഷ്യനോടൊപ്പം ഒരു യോഗ്യത മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ ഇല്ല എന്നുള്ളതാണ് നാം ഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ മറ്റുള്ള ജീവികളെക്കാൾ ശ്രേഷ്ഠമായി നിൽക്കുന്ന ഈ ഭാഗം എന്താണ് അതിൻ്റെ പ്രാധാന്യം? എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളതിനെക്കുറിച്ച് ഗ്രഹിച്ചു. ദേഹി എന്നത് ദൈവത്തിന്, ദൂതന്മാർക്ക്, മനുഷ്യർക്ക്. പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് ഈ 3 വിഭാഗമാണ്. ദേഹിയുള്ള ജീവികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ദേഹിയുള്ള വ്യക്തികളെ നമ്മൾ പഠിക്കുന്നത് ദൈവം, ദൂതന്മാർ, മനുഷ്യർ. ഈ ദേഹി എന്ന് പറയുന്നതിന് അടുത്ത ഭാഗം മനുഷ്യൻ ഈ ദേഹിക്കുടമയാണെന്ന് നമ്മൾ പഠിക്കുമ്പോൾ ഈ ദേഹിയെക്കുറിച്ച് വചനത്തിൽ പലയിടങ്ങളിലും പല സ്ഥലത്ത് പല പേരുകളിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലീഷിൽ സോൾ എന്ന് പറഞ്ഞിരിക്കുന്നതും മൂലഭാഷയിൽ സൂക്കി എന്ന് പറഞ്ഞിരിക്കുന്നതും മലയാളത്തിൽ ഉള്ളമെന്ന് പറഞ്ഞിരിക്കുന്നതുമായ ഈ ഭാഗത്തെ വിവിധ പേരുകളിൽ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒരു മനുഷ്യൻ സകല ലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? മറ്റൊരു ഭാഗത്ത് ഒരു മനുഷ്യൻ സകല ലോകവും നേടിയിട്ടും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? മറ്റൊരു ഭാഗത്ത് ഒരു മനുഷ്യൻ ദൈവം നിങ്ങളെ മുഴുവൻ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ദേഹവും ആത്മാവും പ്രാണനും ആശേഷം കർത്താവിൻ്റെ മുമ്പിൽ വിശുദ്ധീകരിക്കപ്പെടണം. അതായത് അവിടെ കൊടുത്തിരിക്കുന്നത് പ്രാണൻ എന്നാണ്. മറ്റൊരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ജീവനെന്നാണ്. ഇങ്ങനെ മലയാളത്തിൽ വിവർത്തനത്തിൽ വന്നിരിക്കുന്ന വൈവിധ്യങ്ങളനുസരിച്ച് ആത്മാവെന്ന് കൊടുത്തിട്ടുണ്ട്, ദേഹിയെന്ന് കൊടുത്തിട്ടുണ്ട്, ഉള്ളമെന്ന് കൊടുത്തിട്ടുണ്ട്, ജീവനെന്ന് കൊടുത്തിട്ടുണ്ട്, പ്രാണനെന്ന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പ്രധാനമായിട്ടും ഈ 5 ഭാഗങ്ങളിലായിട്ട് 5 പേരുകളിൽ ഈ വിഷയം കൊടുത്തിട്ടുണ്ട്. എന്തായിരുന്നാലും ഇതിനെ നമുക്ക് ഉള്ളം, ദേഹി എന്നീ പേരുകളിൽ മുഖ്യമായിട്ടും അറിയപ്പെടുകയാണ്. ഇനി അടുത്തത് ഈ ദേഹിയുടെ പ്രത്യേകതകൾ എന്ത് എന്നുള്ളതാണ്. നമ്മൾ ബൈബിൾ പണ്ഡിതന്മാരിലും നമ്മൾ ബൈബിൾ വിവർത്തകരും കമൻട്രികളിലും എല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണ് ദേഹി എന്നറിയാനുള്ള ആഗ്രഹത്തോടെ തിരയുന്ന അനേകരെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ പൊരുളൊന്ന് ഗ്രഹിക്കണം. എന്താണ് ദേഹി? എന്താണ് അതിൻ്റെ സത്ത? എന്താണ്? അതെങ്ങനെയാണ് ഇരിക്കുന്നത്? എവിടെയാണ് ഇരിക്കുന്നത്? എന്താണ് അതിൻ്റെ പ്രയോജനം? മുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് വേദപഠിതാക്കൾ, സത്യം അറിയുവാൻ ആഗ്രഹിക്കുന്നവർ കാലങ്ങൾക്ക് മുമ്പേ ആഗ്രഹിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുള്ളതാണെന്ന് നമുക്ക് കാണുവാൻ കഴിയും.
എന്നാൽ പലരും ചെന്നെത്തിയിരിക്കുന്നത് അത് പൂർണ്ണമായൊരു അറിവിലല്ല. അതിനെക്കുറിച്ച് നമുക്കും അന്വേഷിക്കാൻ കഴിയും. അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് പറയുന്നത്, നമുക്ക് കാണുന്നത്, അതായത് ചിന്തകൾ, വിചാരങ്ങൾ മുതലായിട്ടുള്ള നിരൂപണങ്ങൾ എന്നിവയുടെ ഒക്കെയും വാസസ്ഥലമായിട്ട് ആണ് അവരതിനെക്കുറിച്ച് ചിത്രീകരിച്ചിരിക്കുന്നത്. അതായത് മറ്റൊരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, വ്യക്തമായിട്ട് ഈ ദേഹി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കിന്നുവരെയും വ്യക്തമായൊരു ചരിത്രം, വ്യക്തമായൊരു ചിത്രം നമുക്ക് ലോകത്തിൽ നിന്നോ ദൈവത്തിൻ്റെ വചനം വ്യാഖ്യാനിച്ചിട്ടുള്ളവരിൽ നിന്നോ ലഭിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. മറ്റുള്ളവരെക്കുറിച്ച് പറയണ്ട. അങ്ങനെ അന്വേഷിച്ച് പല കാര്യങ്ങളിലും പലയിടങ്ങളിലും ഇതിൻ്റെ സത്യാവസ്ഥ അറിയാനായിട്ട് വളരെ താല്പര്യപൂർവ്വം, അതായത് ഒരു കീഴടങ്ങി സൗമ്യതയോടെ എൻ്റെ പ്രാണനൊന്ന് ആശ്വസിക്കണമെന്നുള്ള ആശയോടു കൂടി തന്നെയാണ് അത് അന്വേഷിച്ചിട്ടുള്ളത്. പക്ഷെ അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, കേൾക്കാനും സാധിച്ചിട്ടില്ല. അനേക പണ്ഡിതന്മാരുടെ അടുക്കൽ ഈ വിഷയവുമായി ചെന്നു. ചെന്നപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ അറിവുകൾ അതൊക്കെയും ഏറ്റവും ദുർബലവും ദൈവത്തിൻ്റെ വചനവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അതൊക്കെയും ഏറ്റവും ബാലിശ്യമെന്ന് തോന്നത്തക്ക രീതിയിലുള്ള പല കാര്യങ്ങളുമാണ് കേട്ടിട്ടുള്ളത്. എന്നാൽ പലപ്പോഴും ലോകജ്ഞാനികളായ ജാതികളുടെ ഇടയിൽ ഇതിനെക്കുറിച്ച് ചെറിയൊരു പഠനമുണ്ട്. ഏതായിരുന്നാലും അത് കുറച്ച് ആധികാരികമാണ്. പലപ്പോഴും അത് ആധികാരികമായിട്ട് അവർക്ക് പറയാൻ കഴിയുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്കെല്ലാം പോയാൽ എങ്ങും എത്തില്ല. കാരണം ജാതികൾ, യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു എന്ന് വചനത്തിൽ നമ്മൾ ഗ്രഹിക്കുന്നു. അപ്പോൾ ജ്ഞാനം അന്വേഷിച്ചാൽ ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയതാണ്. ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തരിക. അപ്പോൾ നമുക്കിത് രണ്ടുമല്ല വേണ്ടത്. വിശ്വാസത്താൽ നമ്മൾ വിശ്വസിക്കുന്ന വചനത്തെ ദൈവം ഉറപ്പിച്ചു തരണം. അതിന് അത്ഭുതങ്ങളിൽ പ്രവർത്തിക്കുകയോ അതിന് ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയോ ചെയ്താൽ നമുക്കതിന് എതിരില്ല. നാം അതിന് അനുസരിക്കുവാനും സ്വീകരിക്കുവാനും തയ്യാറുമാണ്. ഈ മനസ്ഥിതിയിൽ വന്നാൽ മാത്രമേ നമുക്കിതിൽ നിന്ന് ഗ്രഹിക്കാൻ സാധിക്കൂ. ഇതിൽ നിന്ന് ഒന്നാമത്തത് നമ്മൾ വചനത്തിൽ ഗ്രഹിക്കാൻ കഴിയുന്നത്, യഹോവയുടെ പുസ്തകത്തെ അന്വേഷിച്ച് വായിച്ചു നോക്കുകയും അവയിലൊന്നും കാണാതിരിക്കില്ല. ഇത് നമ്മുടെ ആദ്യത്തെ ഉറപ്പാണ്. ഇത് ദൈവത്തിൻ്റെ പുസ്തകം, യഹോവയുടെ പുസ്തകം, കർത്താവിൻ്റെ പുസ്തകം എന്ന് നമ്മൾ വിശ്വസിക്കുന്നതാണ് സത്യവേദ പുസ്തകം. 66 പുസ്തകങ്ങളുള്ള സത്യവേദ പുസ്തകത്തിൽ അന്വേഷിച്ച് നോക്കുകയും അവയിലൊന്നും കാണാതിരിക്കില്ല. നമ്മുടെ പ്രാണന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളത് എന്തെന്ന് അതിനകത്തുണ്ട്. പക്ഷെ അത് വായിക്കുമ്പോൾ അന്വേഷിച്ച് വായിക്കണം. അന്വേഷിച്ച് വായിക്കുമ്പോൾ അവയിലൊന്നും കാണാതിരിക്കില്ല, അതിനൊന്നും ഇണയില്ലാതിരിക്കില്ല. അത് ഒന്നിനൊന്ന് ഇണ ചേർത്തതായിരിക്കും. അത് ഒരു ഭാഗം മാത്രമായിട്ട് ചിന്തിക്കരുത്, ഒരു വചനം മാത്രം എടുത്ത് ചിന്തിക്കരുത്. അതിൻ്റെ കൂട്ടുവചനങ്ങൾ കൂട്ടി ചിന്തിച്ചതിന് ശേഷം അതിൻ്റെ പൊരുളായിരിക്കും സത്യം, അതേ വിശ്വസിക്കാവൂ. അതാണ് അതിൻ്റെ പൊരുൾ. അതാണ് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. അതുകൊണ്ട് ഒരു ക്രിസ്തീയ വിശ്വാസികളായ നമുക്ക് വിശ്വാസത്തിൽ വന്നതിന് ശേഷം രക്ഷയ്ക്ക് വേണ്ടി, രക്ഷയുടെ ഉറപ്പിന് വേണ്ടിയിട്ട്, രക്ഷയുടെ സ്ഥിരീകരണത്തിന് വേണ്ടിയിട്ട് വിശ്വാസത്തിനപ്പുറം പോയി സത്യവചനത്തിൽ നിന്ന് അപ്പുറം പോയി ലോകത്തിൻ്റെ ജ്ഞാനത്തിൽ അകപ്പെട്ട് വിശ്വാസത്തെ ഉറപ്പിക്കുക എന്നുള്ളത് ആക്ഷേപമാണ്. കാരണം നമ്മൾ പഠിക്കുന്നതനുസരിച്ച് ഏകസത്യ ദൈവം, ആ ദൈവത്തിൽ എന്തെല്ലാം ഉണ്ടോ ആ സർവ്വസമ്പൂർണതയും അവൻ്റെ പുത്രനിലുണ്ട്. ആ ദൈവപുത്രനിലുള്ള എല്ലാ സമ്പൂർണതയും അവൻ
ഭൂമിയിലേക്ക് വന്ന മനുഷ്യപുത്രനിലുണ്ട്. ആ മനുഷ്യപുത്രനിൽ എന്തെല്ലാം ഉണ്ടോ, എന്തെല്ലാം പൂർണ്ണതയുണ്ടോ, എന്തെല്ലാം സ്വഭാവങ്ങളുണ്ടോ, അത് മുഴുവനും സത്യവേദപുസ്തകത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ കൈ കിട്ടിയിരിക്കുന്ന പുസ്തകത്തിൻ്റെ പൊരുളെന്ന് പറയുന്നത് സങ്കീർത്തന പുസ്തകം 119 അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നിൻ്റെ വചനത്തിൻ്റെ സാരം സത്യമാകുന്നു. നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്ന സത്യവേദ പുസ്തകത്തിൻ്റെ സാരം സത്യമാണ്. ആ സത്യമാണ് വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന ക്രിസ്തു. ആ ക്രിസ്തുവാണ് ദൈവപുത്രൻ. ആ ദൈവപുത്രനാണ് ദൈവജ്ഞാനം. ദൈവത്തിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ ദൈവത്തിൻ്റെ ജ്ഞാനത്തിലുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സകല സമ്പൂർണ്ണതയും നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ നമ്മുടെ കയ്യിൽ എത്തിച്ചിട്ടുള്ളതാണ് സത്യവചനം അടങ്ങുന്ന വേദപുസ്തകം. അതിനകത്ത് നിന്ന് നമ്മളിത് കണ്ടെത്തണം. ഇന്ന് നമ്മുടെ മുൻപിലും ഒരു ചോദ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ പഠനം തുടങ്ങിയത്. ദേഹി എന്ന് പറയുന്നത് എന്താണ്? അതെന്താണ് അതിൻ്റെ സത്ത? എവിടെയാണ് അതിൻ്റെ ആരംഭം? എവിടെയാണ് അതിൻ്റെ അവസാനം? മുതലായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കതിൽ നിന്ന് ചിന്തിക്കാനുള്ളത്. അപ്പോൾ നമ്മളൊരു കാര്യത്തിൽ നമ്മൾ ഏകദേശം ഉറച്ചു. എന്താണ് ഉറയ്ക്കാനുണ്ടായ കാരണം? സത്യവചനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ചോദ്യങ്ങൾ അത് മറുപടിയായി നമുക്ക് ലഭിക്കും. അത് നമുക്ക് തത്വത്തിൽ ചിന്തിപ്പാനിടയായി തീർന്നു. ഇനി അതിൻ്റെ പ്രായോഗികതയാണ് നമ്മളതിൽ ചിന്തിക്കുന്നത്. ദേഹിയെ സംബന്ധിച്ച് കർത്താവിൻ്റെ വചനത്തിൽ പഠിക്കുന്നത് ദേഹിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒന്നാമത് ഗ്രഹിക്കാം. ദേഹി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മരണത്തിൽ പുറത്തു പോകുന്നതാണ്. അതുപോലെ തന്നെ ശരീരത്തിലേക്ക് തിരിച്ചു വരുവാനും അതിന് കഴിയും. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇതിൻ്റെ ഒന്നാമത്തെ ദേഹിയുടെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞു മൃഗങ്ങളുടെ പ്രത്യേകത. ദൈവം അവയുടെ ശ്വാസം എടുക്കുമ്പോൾ അവ ചത്തുപൊടിയിലേക്ക് ചേരുന്നു. ശ്വാസം എടുക്കുന്നു, ശരീരം ചത്തുപൊടിയിലേക്ക് ചേരുന്നു. ജീവിപ്പിക്കുന്ന ആത്മാവ് നൽകിയ ദൈവത്തിലേക്ക് പോകും. അതോടുകൂടി അസ്തമിച്ചു, അതിൽ വേറെ ഒന്നുമില്ല. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചാകുന്നു, ശരീരം പൊടിയിലേക്ക് ചേരുന്നു, അവൻ്റെ ശ്വാസം പോകുന്നു, അവനെ ജീവിപ്പിക്കുന്ന ആത്മാവ് അതും ദൈവത്തിലേക്ക് പോകുന്നു. പക്ഷെ പിന്നെ ഒരു കാര്യം ശേഷിക്കുക. ആ ശേഷിക്കുന്ന ഭാഗമാണ് ദേഹി. ആ ദേഹിയെ സംബന്ധിച്ച് സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്. മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും, ആത്മാവ് അതിന് നൽകിയ ദൈവത്തിലേക്ക് പോകും, ശരീരം ഭൂമിയിലേക്കും ചേരും. അങ്ങനെ മനുഷ്യൻ്റെ കെട്ടഴിയുമ്പോൾ മൃഗത്തെപ്പോലെ തന്നെ അവരെ കെട്ടും. ശരീരത്തിൻ്റെ ഘടനയും വേർപിരിഞ്ഞതിന് ശേഷം ശരീരം മണ്ണിലേക്കും ആത്മാവ് നൽകിയ ദൈവത്തിലേക്കും ശ്വാസം അത് എടുത്ത ഇടത്തേക്കും പോയതിനു ശേഷം ഇതിൽ നിന്നൊരു മനുഷ്യൻ പുറത്തേക്കിറങ്ങും. അവൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. അപ്പോൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയ ആൾക്ക് ഒരു ഭവനം വേണം, അവിടെ താമസിക്കാനുള്ള കഴിവുണ്ട്. അവിടെ ആ വചനത്തിൽ നിന്ന് നമ്മൾ കാണുന്നത് അതൊരു വ്യക്തി തന്നെയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് മനുഷ്യനെന്ന് തന്നെയാണ്. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. ആ പോകുന്ന കൂട്ടത്തിൽ ശരീരമില്ല, ആ പോകുന്ന കൂട്ടത്തിൽ രക്തമില്ല, പക്ഷെ അവൻ പുറത്തേക്ക് പോകും. ഒന്ന്. രണ്ടാമത്തത് നമ്മൾ പഠിക്കുന്നത് എലീശ പ്രവാചകൻ ശൂനേംകാരത്തിയുടെ മകനെ സൗഖ്യമാക്കാൻ പോവുക. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഹോവേ ഈ കുട്ടിയുടെ പ്രാണൻ ഈ കുട്ടിയിലേക്ക് മടങ്ങി വരട്ടെ. അടുത്ത ഭാഗത്ത് എഴുതിയിരിക്കുന്നത്
ആ കുഞ്ഞിൻ്റെ പ്രാണൻ അവനിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോയ പ്രാണൻ തിരികെ അകത്തേക്ക് പ്രവേശിച്ചു. അതായത് ദേഹി. അപ്പോൾ ശരീരത്തിൽ നിന്ന് പുറത്തു പോകാൻ ആ ദേഹിക്ക് കഴിയും. അത് ആവശ്യമെങ്കിൽ തിരികെ വരാൻ കഴിയും. ന്യായവിധി നാളിൽ അതൊക്കെയും തിരിച്ചു വരികയും ചെയ്യും. ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ വീണ്ടും നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾക്ക് ചില കാര്യങ്ങൾ ഗ്രഹിക്കാനിടയായി തോന്നുന്നു. മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ അകത്തെ ദേഹി എന്ന മനുഷ്യൻ തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും എന്നുള്ള വാക്കുകൊണ്ട് നമ്മുടെ പുറമേയുള്ള മനുഷ്യനെ പോലെ ഒരു മനുഷ്യൻ അകമേയും ഉണ്ട് എന്നുള്ളത് നമുക്ക് സ്പഷ്ടമാകും. അവന് ഒരു ഭവനത്തിൽ ജീവിക്കാൻ കഴിയും എന്നുള്ളത് ആ വചനത്തിൽ നമുക്ക് മനസ്സിലാകും. രണ്ടാമത്തത്, അവൻ ഈ ശരീരം വിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ, മരിക്കുമ്പോൾ ഈ ശരീരം വിട്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുന്നു, ആ ശരീരത്തിലേക്ക് വീണ്ടും കയറാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കി. മൂന്നാമത്, നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ പറയുകയാണ്, അവൻ മുദ്ര പൊട്ടിച്ചപ്പോൾ, ഒരു മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവോധന നിമിത്തവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരായവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൽ കണ്ടു. അവിടെ എഴുതിയിരിക്കുന്നത്, അവിടെ ദേഹിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ആത്മാവെന്നാണ്. അതിൻ്റെ മൂലഭാഷ തിരിയുമ്പോൾ നമുക്കറിയാൻ സാധിക്കും. അവർ ഈ ലോകത്തിൽ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി മരിച്ചവരാണ്. അവരെ വെട്ടിക്കൊന്നതാണ്, തല ഛേദിച്ചും അവരെ ഈ ലോകം പീഡിപ്പിച്ചു കൊന്നതാണ്. ഇങ്ങനെയുള്ളവരുടെ ദേഹികളെ ഞാൻ യാഗപീഠത്തിൻ്റെ കീഴിൽ കണ്ടു. അപ്പോൾ സ്വർഗത്തിലൊരു യാഗപീഠമുണ്ട്. അവിടെ ആ യാഗപീഠത്തിൻ്റെ കീഴിൽ ദേഹികളെ കണ്ടു. ആ ദേഹികളുടെ ശരീരം എവിടെയാണ്? ഭൂമിയിലാണ്. അവരെ വെട്ടിയപ്പോൾ, തല ഛേദിച്ചപ്പോൾ ആ രക്തം അവിടെ ഒഴുകി അവിടെ വീണു. ജീവിപ്പിച്ച ആത്മാവ് അവരെ വിട്ടു പോയി. ശരീരം പൊടിയിലേക്ക് ചേർന്നുവെങ്കിലും അവരിൽ നിന്ന് പുറത്തിറങ്ങിയ ദേഹി സ്വർഗീയ മണ്ഡലത്തിൽ യാഗപീഠത്തിൻ്റെ കീഴിൽ വരെയും ചെന്നതായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നാം പഠിക്കും. ഇത്രയും കാര്യങ്ങൾ എഴുതിയതിന് ശേഷം ഇതിൽ നിന്ന് അവിടെ നമുക്ക് പഠിക്കാനുള്ളത്, മനുഷ്യന് അവൻ്റെ ദേഹി അവൻ്റെ ശരീരം വിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോ ഭാഗങ്ങൾ തെളിയിച്ച് പഠിക്കുമ്പോൾ ഇത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അകത്തെ ഒരു മനുഷ്യൻ തന്നെയാണ്. ഇത് പുറത്തേക്ക് ഇറങ്ങാനും അകത്തേക്ക് വരാനും കഴിയും. ഇതിനെ കാണാൻ കഴിയും. ഇനി അടുത്ത വാക്യം, കർത്താവായ യേശുക്രിസ്തു ഒരു ഉപമ പറഞ്ഞപ്പോൾ ഇപ്രകാരം പറഞ്ഞു. ധനവാന്റെയും ലാസറിൻ്റെയും അനുഭവം. അവർ ഈ ലോകത്തിൽ സുഖിച്ച് ജീവിച്ചവൻ ധനവാൻ, ലാസർ ദരിദ്രനായി ജീവിച്ചത്. എന്തായിരുന്നാലും അവരുടെ ജീവിതത്തിൻ്റെ കൂടുതൽ പ്രവൃത്തികളെക്കുറിച്ച് എഴുതിയിട്ടില്ല. ഒരുത്തൻ ധനവാനായി ജീവിതം മുഴുവൻ സുഖിച്ചവനാണ്, ഒരുത്തൻ ജീവിതം മുഴുവനും കഷ്ടപ്പെട്ടവനാണെന്ന് മാത്രമേ നമുക്ക് അവിടെ നിന്ന് വെളിവാകുന്നുള്ളൂ. എന്തായിരുന്നാലും ഇവർ രണ്ടുപേരും മരിച്ചു. ഇവരുടെ ശരീരം മണ്ണിൽ മറവ് ചെയ്തു. വചനവ്യവസ്ഥപ്രകാരം ആത്മാവ് അല്ലെങ്കിൽ അവരുടെ ശരീരത്തെ ജീവിപ്പിക്കുന്ന ജീവരക്തത്തിന് ആധാരമായ ആത്മാവ് നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോയി. പക്ഷേ അതിനകത്തുണ്ടായിരുന്ന മനുഷ്യൻ ദേഹി പുറത്തേക്ക് ഇറങ്ങി. അവരെങ്ങോട്ട് പോയി? സഭാപ്രസംഗം നമ്മൾ വായിച്ചത് പ്രകാരം തൻ്റെ ശാശ്വത ഭവനത്തിലേക്ക് പോയി. ആര് കൊണ്ടുപോയി? അവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, ദൂതന്മാർ അവരെ ഒരുവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി, ലാസറിൻ്റെ ദേഹിയെ. അതുപോലെ തന്നെ ധനവാൻ ദേഹിയെ തീയിലേക്കും കൊണ്ടുപോയി, നരകത്തിലേക്കും കൊണ്ടുപോയി, അല്ലെങ്കിൽ പാതാളത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ഇട്ടു. ഇവർ രണ്ടുപേരും പാതാളത്തിൽ തന്നെ രണ്ട് ഭാഗത്തായിരിക്കുകയാണ്. പാതാളത്തിൽ ഒരു ഭാഗത്ത് അബ്രഹാമിൻ്റെ മടി, അതായത് പഴയ നിയമ വിശുദ്ധന്മാർ അവർ പോകുന്ന ഇടമാണ് പാതാള പർദീസ.
അതായത് ഏദൻ തോട്ടം ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോയി എന്നും അവിടെ ആദാമ്യം വിശ്വാസത്താൽ മരിച്ചുപോയവരും യാഗം ചെയ്ത് നിയമം ചെയ്തവരും എല്ലാം കടന്നു പോകുന്ന അങ്ങോട്ടാകുന്നെന്നും ആ പർദീസയിലേക്കാണ് പോകുന്നതെന്നും നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഗ്രഹിക്കുന്നു. എന്നാൽ ഇന്നതവിടെ ഇല്ല. കർത്താവായ യേശു തന്നോടുകൂടെ ക്രൂശിക്കപ്പെട്ട കള്ളൻ മാനസാന്തരപ്പെട്ട് യേശുവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞപ്പോൾ ആ കള്ളനോട് പറഞ്ഞതാണ്, നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലിരിക്കും. അന്ന് യേശു വരെയും യേശുവിൻ്റെ പുനരുദ്ധാനം വരെയും പാതാള പർദീസ അവിടെയുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ആ ധനവാന്റെയും ലാസറിൻ്റെയും അനുഭവമാണ്. യേശു പറഞ്ഞതാണ്, യേശു തൻ്റെ വായ കൊണ്ട് പറഞ്ഞതാണ്. ഇവരെ രണ്ടുപേരെയും ദൂതന്മാർ കൊണ്ടുപോയത് ഒരാളെ അബ്രഹാമിൻ്റെ വടിയിലേക്കും ഒരാളെ തീയിലേക്കും കൊണ്ടുപോയി. അവരവിടെ കിടന്ന് തീജ്വാലയിൽ കിടന്ന് വിഷമിക്കുമ്പോൾ, സ്വസ്ഥതയില്ലാതെ പ്രയാസപ്പെടുമ്പോൾ ദൂരെ നോക്കുമ്പോൾ പാതാളത്തിൽ തന്നെ മറ്റൊരു ഭാഗത്ത് ലാസർ അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്നതും ആശ്വസിക്കുന്നതും സന്തോഷിക്കുന്നതും കാണാനിടയായത്. ആ ദൂരെ നിന്നുകൊണ്ട് ഈ ധനവാൻ അബ്രഹാം പിതാവിനെ വിളിച്ചു, അബ്രഹാം പിതാവേ, എന്താണ് കാര്യം? എൻ്റെ മടിയിലിരിക്കുന്ന ലാസറിനെ ഒന്ന് അയക്കണം എൻ്റെ അടുക്ക്. എന്തിനു വേണ്ടിയിട്ട്? അവൻ വിരലിൻ്റെ അഗ്രം മുക്കി ആ വെള്ളം തൊട്ട് എൻ്റെ നാവിനെ ഒന്ന് തണുപ്പിക്കണം. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത് അവൻ കിടക്കുന്ന തീയിൽ ഇടപെട്ടുവെങ്കിലും ഇതുവരെയും വെന്തു പോയിട്ടില്ല. കാലങ്ങളായി തീയിൽ കിടക്കുന്നുവെങ്കിലും അവൻ വെന്തു പോയിട്ടില്ല. അവൻ നശിച്ചു പോകുന്നില്ല, പക്ഷെ തീയിലാണ് കിടക്കുന്നത്. അവന് വെള്ളത്തിന് ദാഹമുണ്ട്, വരൾച്ചയുണ്ട്, പരിഭ്രമമുണ്ട്, വേദനയുണ്ട്. അകലെ ലാസറിനാണെങ്കിൽ സ്വസ്ഥതയുണ്ട്, ആശ്വാസമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ഇവർ രണ്ടുപേരുടെയും ശരീരം എവിടെയായിരിക്കുന്നു? നമുക്ക് സംശയമില്ല, അത് ഭൂമിയിൽ മറവ് ചെയ്തിരിക്കുക. പിന്നെ ഇവിടെ ഉള്ളത് ആരാ? ആ ശരീരത്തെ ജീവിപ്പിക്കുന്ന ജീവരക്തവും ആ ജീവിപ്പിക്കുന്ന ആത്മാവും ദൈവത്തിലേക്ക് പോയി. അവരിലുള്ള ജീവശ്വാസം അത് ആ ശ്വാസത്തിലേക്ക് ആകാശത്തെ 4 കാറ്റിലേക്കും ചേർന്നു. ദേഹി പാതാളത്തിലേക്ക് ഇറങ്ങി. ഈ പാതാളത്തിൽ വരുമ്പോൾ ഇവയ്ക്ക് നാവുണ്ട്, വിരലുണ്ട്, ദാഹമുണ്ട്, മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണുകയാണ്. അവിടെ നിന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, മനുഷ്യൻ പുറമേയുള്ള ശരീരം പോലെ തന്നെ, നമ്മൾ കാണുന്ന ഭൗതിക ശരീരം പോലെ തന്നെ ആത്മീക ശരീരവും ഉണ്ട്. അത് ഭൗതിക ശരീരത്തെ വിട്ടാൽ ആത്മീക ശരീരം ആത്മീയ മണ്ഡലങ്ങളിൽ ദൈവം നിശ്ചയിക്കുന്ന സ്ഥലത്തേക്ക് പോകണം. അതാണ് അതിൻ്റെ വ്യവസ്ഥ. അപ്പോൾ അത് ദേഹിയാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ദേഹിയെക്കുറിച്ച് നമ്മൾ അത്രയും കാര്യങ്ങൾ ഗ്രഹിക്കാറിയായിരുന്നു. അടുത്ത ഒരു വിഷയം, കർത്താവായ യേശു ഈ ശരീരം വിട്ടു. നമ്മൾ പഠിക്കുന്നത് മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് താനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ സ്വന്തം മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. അങ്ങനെ ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്ന വിടുവിച്ചതാണ്. അവൻ സകലത്തിൽ തൻ്റെ സഹോദരന്മാരോട് സദൃശനാകാൻ ആവശ്യമായിരുന്നു. അതായത് തൻ്റെ ശിഷ്യന്മാരും സാധാരണ ഒരു ലോകത്തിലൊരു മനുഷ്യനും എങ്ങനെയുണ്ടോ, അവൻ്റെ ജീവിതം എങ്ങനെയാണോ, അവൻ്റെ ശരീരഘടന എങ്ങനെയാണോ, അതുപോലെയൊക്കെ തന്നെ യേശുവിനുണ്ടായിരുന്നു. പലപ്പോഴും അല്ലാതെ മനുഷ്യൻ തെറ്റിദ്ധരിക്കപ്പെട്ടു പോകാറുണ്ട്. അവൻ ദൈവം മാത്രമാണെന്ന്, അതൊരു വിഭാഗം. മനുഷ്യ മാത്രമാണെന്ന് ഒരു വിഭാഗം.
ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് തീർത്തും മാനുഷികമായ ഒരു വശം അവനുണ്ട്. അതിൽ ദൈവത്വം ആരോപിച്ചു കഴിഞ്ഞാൽ അവൻ അനുഭവിച്ച കഷ്ടങ്ങൾക്ക് ലഘുത്വം വരും. അതൊരിക്കലും അങ്ങനെ വരാൻ പാടില്ല. കാരണം സുബോധമുള്ളവനും പാപമില്ലാത്തവനുമായ ഒരുവൻ അവൻ അനുഭവിക്കുന്ന വേദന, ആ വേദനയ്ക്ക് നമുക്ക് കണക്കൂട്ടാൻ സാധിക്കില്ല. കാരണം മനുഷ്യനെല്ലാം കളങ്കമുള്ളവനാണ്. സഭാപ്രസംഗിയിൽ പഠിപ്പിക്കുന്നത് സകല മനുഷ്യരുടെയും ഹൃദയത്തിൽ ഭ്രാന്തുണ്ട്. എന്നാൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം സുബോധത്തിൻ്റെ പൂർണ്ണതയാണ്, നിഷ്കളങ്കതയുടെ പൂർണ്ണതയാണ്. അവന് അനുഭവിക്കുന്ന ഏത് വേദനയും മറ്റ് മനുഷ്യർ അനുഭവിക്കുന്ന പോലെയല്ല. അപ്പോൾ നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് അങ്ങോട്ട് പോകാനല്ല ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്. ഈ ലോകത്തിൽ ആദാമിനെ സൃഷ്ടിച്ചതുപോലെ തന്നെ, ആദാമ്യ സന്തതിക്കുള്ളതുപോലെ തന്നെ യേശുവിനും ശരീരഭാഗങ്ങളുണ്ട്. അതെങ്ങനെയൊക്കെ യേശുവിന് ശരീരം? ആദാമിനെ സൃഷ്ടിച്ചത് ആരെ നോക്കിയിട്ടാണ്? ആദാമിനെ ദൈവം സൃഷ്ടിക്കുന്നത് യേശുവിനെ നോക്കിക്കൊണ്ടാണ്. യേശു എന്ന വ്യക്തി, ലോകത്തിൽ വരാനിരിക്കുന്ന യേശു എന്ന മശിഹ എന്ന ആ മനുഷ്യൻ്റെ മാതൃകയിലാണ് ആദാമിനെ സൃഷ്ടിച്ചത്. അതാണ് റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. വരുവാനുള്ളവൻ്റെ പ്രതിരൂപമാണ് ആദാം. വരുവാനുള്ളവൻ ക്രിസ്തു യേശുവാണ്. അവൻ്റെ രൂപത്തിലാണ് ആദാമിനെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ആദാം ദേഹം, ദേഹി, ആത്മാവ് എന്നീ 3 ഘടകങ്ങളോട് കൂടിയവനായി ഭൂമിയിലേക്ക് വന്നെങ്കിൽ യേശു വന്നത് അങ്ങനെ തന്നെയാണ്. മറ്റൊരു പ്രകാരത്തിലാണ് വന്നതെങ്കിൽ അത് വേറെ ചില അവതാരങ്ങളോ അല്ലെങ്കിൽ അവൻ്റെ മനുഷ്യത്വത്തെ ഇല്ലാതാക്കുന്നതോ അവൻ ലോകത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടുകൾ അതൊരിക്കലും അത് ഒരു മനുഷ്യൻ അനുഭവിച്ചതുപോലെ അല്ല എന്ന് സ്ഥാപിക്കുന്ന ദുഷ്ടശക്തികളുണ്ട്. ആ ഉദ്ദേശത്തിലായി പോകരുത്. സകലത്തിൽ നിന്ന് സഹോദരന്മാരുടെ സദൃശനാകാൻ ആവശ്യമായിരുന്നു. നമ്മളെപ്പോലെ തന്നെയായിരുന്നു. കർത്താവിൻ്റെ നാമം വെളിപ്പെട്ടവർ, കർത്താവിൻ്റെ നാമത്തെ അനുസരിച്ചവർ, കർത്താവിൻ്റെ നാമത്തെ കൈക്കൊണ്ടവർ അവൻ്റെ സഹോദരന്മാരാണ്. അങ്ങനെ സഹോദരന്മാരായി തീർന്നവരാണ് നാം. സകലത്തിലും നമ്മുടെ പാപമൊഴികെ സകലത്തിൽ സഹോദരന്മാർ സദൃശനായിരുന്നു, തുല്യനായിരുന്നു അവൻ. അപ്പോൾ നമുക്ക് ദേഹം, ദേഹി, ആത്മാവെന്ന് പറയുന്ന 3 ഘടകങ്ങൾ പോലെ യേശുവിനുണ്ടായിരുന്നു. അത് പറയാൻ വേണ്ടി മാത്രമാണ്. ഇപ്പം അതിൻ്റെ വിശദീകരണമാണ്. മറ്റേ ദൈവത്തിൻ്റെ യേശുവിൻ്റെ ദൈവത്വത്തിലേക്ക് മനുഷ്യത്തിലേക്കും പോയി കഴിഞ്ഞാൽ അത് വേറെ വഴിക്ക് തിരിയും. നമ്മൾ ചിന്തിക്കുന്നത് ദേഹി എന്താണെന്നുള്ളത് ചിന്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. ദേഹി എന്താണെന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ യേശുവിനും ഉണ്ടായിരുന്നു ദേഹം, ദേഹി, ആത്മാവെന്ന് പറയുന്ന 3 ഘടകം. ഇവിടെ നിന്ന് ധനവാൻ മരിച്ചു. ദൂതന്മാർ അവനെ പാതാളത്തിലേക്ക് കൊണ്ടുപോയി. ലാസർ മരിച്ചു, അബ്രഹാമിൻ്റെ ഒടിയിലേക്ക് കൊണ്ടുപോയി. യേശു മരിച്ചു. യേശുവിൻ്റെ ശരീരം കല്ലറയിലിരിക്കാം. പിതാവേ, എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. യേശുവിനെ ജീവിപ്പിച്ച ആത്മാവിനെ ദൈവം കൈക്കൊണ്ടു. ആത്മാവ് ജീവിപ്പിച്ച ദൈവത്തിലേക്ക് പോയി. ഉറക്കെ വിളിച്ച് പ്രാണനെ വിട്ടു. ശ്വാസം നിലച്ചു, ശ്വാസവും പോയി. ദേഹി നേരെ പാതാളത്തിലേക്ക് ഇറങ്ങി. വചനം പറയുന്നത് കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയതാര്? ശരീരം കല്ലറയിലിരിക്കുക. ശരീരം കുരിശിൽ കിടന്നു, അതിനുശേഷം കല്ലറയിലേക്ക് മാറ്റി. ശരീരം വിട്ടവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി. ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മത്സരങ്ങളോട് കാഴ്ച വാങ്ങി, പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരോട് സുവിശേഷം അറിയിച്ചു. മരിച്ചവരോട് ആ സുവിശേഷം അറിയിച്ചു. അബ്രഹാമിൻ്റെ മടിയിൽ ഉണ്ടായിരുന്നവരും മുൻപേ ആദാമ്യ സന്തതിയിൽ യാഗം കഴിച്ച് നിയമം ചെയ്തവരുമായ വിശുദ്ധന്മാരുമായി അവൻ സ്വർഗീയ മണ്ഡലത്തിലേക്ക് പോയി. ആ പോയ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? മാനവരാശിയിൽ ഏറ്റവും ആദ്യം മരിച്ച മനുഷ്യനാണ് ഹാബേൽ.
ഹാബേലിൻ്റെ സഹോദരൻ വന്നതാണ്. ഈ ഹാബേലിൻ്റെ മരണത്തിൽ കായനോട് കർത്താവ് എന്ന് ചോദിച്ചു, കായനെ നിൻ്റെ സഹോദരൻ എവിടെ? അപ്പോൾ കായൻ പറഞ്ഞു, ഞാൻ എൻ്റെ സഹോദരൻ്റെ കാവൽക്കാരനോ എന്ന് തിരിച്ചു ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നീ എന്ത് ചെയ്തു? നിൻ്റെ സഹോദരൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കും. അപ്പോൾ ഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്ന ശബ്ദം, അപ്പോൾ ദൈവം കേൾക്കുന്നൊരു ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. ആരാണ്? ഹാബേൽ. നമ്മൾ അതിനു മുമ്പ് വേറൊരു ശബ്ദം നിലവിളിക്കുന്ന ശബ്ദം കേട്ടു. ആര്? ധനവാൻ്റെ ശബ്ദം. അതെവിടം വരെ എത്തി? അത് അബ്രഹാമിൻ്റെ ചെവി വരെ എത്തി. എന്നാൽ അബ്രഹാമിൽ നിലവിളിച്ച ആ ശബ്ദം എവിടെ എത്തും? അത് ദൈവത്തിൻ്റെ അടുക്കലെത്തും. അതാണ് യാഗം കഴിച്ച് നിയമം ചെയ്തവരുടെ ശബ്ദങ്ങളും ദുഷ്ടന്മാരുടെ ശബ്ദവും തമ്മിലുള്ള വ്യത്യാസമാണ്. ദുഷ്ടന്മാർ ലജ്ജിച്ച് പാതാളത്തിൽ മൗനമായിരിക്കും. അവരുടെ ശബ്ദം അധോമണ്ഡലം കഴിഞ്ഞ് ഉപരിമണ്ഡലത്തിലേക്ക് പോകില്ല. എന്നാൽ യാഗം കഴിച്ച് നിയമം ചെയ്തവരുടെ ശബ്ദം അധോമണ്ഡലം ഭേദിച്ച് ഭൗമമണ്ഡലം ഭേദിച്ച് സ്വർഗീയ മണ്ഡലത്തിലേക്ക്, സ്വർഗാദി സ്വർഗം വരെ അവരുടെ ശബ്ദം എത്തും. ആ ശബ്ദം അവിടെ എത്തിയപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, നീ എന്ത് ചെയ്തു? നിൻ്റെ സഹോദരനോട് നീ എന്ത് ചെയ്തു? നിൻ്റെ സഹോദരൻ്റെ രക്തത്തിൻ്റെ ശബ്ദം എന്നോട് നിലവിളിക്കുന്നു. ഭൂമിയിൽ നിന്ന് അവൻ്റെ രക്തം എന്നോട് നിലവിളിക്കും. ആ ശബ്ദം കേൾക്കുകയാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പൊതുവെ നമ്മൾ വെച്ചുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് കേൾക്കാം. ദേഹി എന്ന് പറയുന്നതിന് നമ്മൾ ഒന്നാമത്തത് നമ്മൾ ഗ്രഹിച്ചു. ദേഹി എന്ന് പറയുന്നത് അകത്തെ ഒരു മനുഷ്യനാണ്. രണ്ടാമത്തത്, ദേഹി എന്ന് പറയുന്നത് മരണത്തിൽ ശരീരത്തിന് പുറത്തു പോകും, ജീവിക്കുമ്പോൾ ശരീരത്തിൻ്റെ അകത്തേക്ക് തിരികെ വരും. മൂന്നാമത്തത്, അവരെ മരിച്ച മനുഷ്യൻ്റെ ശരീരം വിട്ട ദേഹികളെ കാണാവുന്നതാണ്. നാലാമത്തത്, മനുഷ്യൻ മരിച്ചാൽ ശരീരത്തെ വിടുന്ന ഈ ദേഹി, ആ ദേഹിക്ക് പുറമേയുള്ള ശരീരം പോലെ തന്നെ അകമേയും ആത്മീക ശരീരമുണ്ട്. നാക്ക്, വിരൽ മുതലായിട്ടുള്ള ഭാഗങ്ങളെല്ലാം അവർക്കും ഉണ്ട്. അവർ ദാഹിക്കുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്, ആശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ട്. അഞ്ചാമത്തത് അത് നീതിമാന്മാരുടെ ദേഹി നിലവിളിക്കുന്ന നിലവിളി, സംസാരിക്കുന്ന സംസാരം സ്വർഗത്തിലെത്തുന്നു. അധമമണ്ഡലത്തിലേക്ക് പോയ ദേഹികളുടെ സംസാരം അധമമണ്ഡലത്തിൽ തന്നെ മാക്സിമം വന്നു കഴിഞ്ഞാൽ അബ്രഹാമിൻ്റെ ചെവി വരെ എത്തും. അല്ലാതെ പാതാളത്തിൻ്റെ ഉപരിമണ്ഡലത്തിലേക്ക് അത് മുഴങ്ങുകയില്ല. ഇത് ദേഹിയെക്കുറിച്ചുള്ള പ്രാഥമികമായ അറിവാണ്. കർത്താവിന് സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഈ ഘടനയിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ കൃപ നൽകട്ടെ.